നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാസ്തമംഗലം അജിത് കുമാർ. ഇപ്പോൾ ഈ പേര് നമ്മൾ എല്ലാവരും കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു വക്കീൽ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ മാധ്യമ ശ്രദ്ധയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അല്ലെങ്കിൽ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അജിത് കുമാറാണ് രാഹുലിന് വേണ്ടി നാളെ കോടതിയിൽ ഹാജരാകുന്നത്. അജിത് കുമാറാണ് രാഹുലിന്റെ അഭിഭാഷകൻ. രാഹുൽ ഈശ്വറിന്റെ കൂടി അഭിഭാഷകനും ഇതേ ശാസ്തമംഗലം അജിത് കുമാറാണ്. സന്ദീപ് ജി വാര്യരുടെ അഭിഭാഷകനും ഇതേ ശാസ്തമംഗലം അജിത് കുമാറാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കോടതിയിലെ വാദങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ നടന്ന വാദത്തിൽ കോടതി ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന അജിത് കുമാറിനെ മാധ്യമ സംഘം വളയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, എന്റെ ജൂനിയേഴ്സിനോട് ചോദിക്കണം, എന്തായാലും ജാമ്യം കിട്ടിയിട്ടില്ല, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം പോയി. റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്റെ ജൂനിയറിനോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. ഒരു പതുങ്ങുന്ന സാഹചര്യം കണ്ടിരുന്നു അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി വരുന്ന ദിവസമാണ്. ഈ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും ജാമ്യം ലഭിക്കുമോ, രാഹുൽ മാങ്കൂട്ടത്തിനെയും അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ കളി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയപരമായി വളരെ വലിയ രീതിയിലുള്ള ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല CPM-ന് വീണ്ടും കിട്ടുന്ന വലിയൊരു ആയുധം തന്നെയായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കെ ഇതൊരു ആയുധമായാൽ ഇരട്ട തലയുള്ള ആയുധമായിരിക്കും. അതിന്റെ മൂർച്ച വളരെ കൂടുതലായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഒരു പക്ഷേ രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നേരിട്ട് പങ്കുള്ള ഈ ഒരു കേസിൽ നേരിട്ട് പങ്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും ഈ അതിജീവിതയെ കുറ്റപ്പെടുത്തുകയോ അതിജീവിതയെ മാനസികമായി സമൂഹ മാധ്യമങ്ങളിലോ അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലോ തഴം താഴ്ത്തി കെട്ടുകയോ അവരെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരങ്ങളോ പറഞ്ഞിട്ടില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിക്ക് മുൻപാകെ സീൽഡ് കവറിലാണ് തനിക്ക് അറിയാനുള്ള എല്ലാ വിവരങ്ങളും നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്ത കാര്യം പോലും രാഹുൽ ഈശ്വർ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്രയും ഭയക്കേണ്ട കാര്യമില്ല, രാഹുൽ ഈശ്വറിനെ പോലെ രാഹുലിനെ റിമാൻഡ് ചെയ്യില്ല എന്ന് പറയുന്നത്. ഇനി അതല്ല, സംഭവം കൂടുതൽ ഗൗരവമുള്ളതാണ്, ജാമ്യമില്ല വകുപ്പ് അടക്കമുള്ളവ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടോ, ഈ ജാമ്യ ഹർജി പരിശോധിക്കുമ്പോൾ ജാമ്യം ലഭിക്കാനായി കുറ്റം ചെയ്തിട്ടുണ്ടോ, നേരിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണെങ്കിൽ റിമാൻഡ് ചെയ്യും. 14 ദിവസത്തേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരിക. അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഇത്തരത്തിൽ രണ്ട് ആൾക്കാരുടെ ഭാഗത്തും തെറ്റുള്ള സാഹചര്യത്തിൽ എന്താണ് ഇനി കോടതിയുടെ നീക്കം എന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷെ ഏതായാലും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് പിടിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാനാണ് 6 ദിവസമാണ് ഇപ്പോൾ പോലീസ് ഇവരെ തെരഞ്ഞു നടക്കുന്നത്. 6 ദിവസമായിട്ടും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇന്നത്തേക്ക് ഇനി കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കാടടച്ചുള്ള പരിശോധന തന്നെയാണ് നടന്നു വരുന്നത്. കാടടച്ചുള്ള പരിശോധന നടക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടെ പോയി ഒളിച്ചാലും രാഹുലിനെ പൂട്ടുമെന്ന ചിന്തയാണ്. പക്ഷേ രാഹുലിനെ ഒരു തരത്തിലും പിടിക്കപ്പെട്ടിട്ടില്ല, പിടിക്കാൻ പറ്റിയിട്ടില്ല. ചുവന്ന പോളോ കാറിൽ തന്നെയാണ് രാഹുൽ മുങ്ങിയത് എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് രാഹുൽ എങ്ങോട്ടേക്ക് പോയി എന്നറിയില്ല. രാഹുൽ ഇനി കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെ ഒളിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെ പരിഹാസ്യത്തോടു കൂടിയാണ് രാഹുലിന്റെ ഈ ഒരു കാര്യത്തെ ആളുകൾ തള്ളിക്കളഞ്ഞത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം നാളെ രാഹുലിന് ജാമ്യം കിട്ടിയാൽ നമുക്ക് കണ്ടറിയാം. ശാസ്തമംഗലം അജിത് കുമാർ എല്ലാ നിയമ വഴികളും പരിശോധിച്ച് രാഹുലിന് ജാമ്യം വാങ്ങിക്കൊടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിൽ തന്നെയാണ്. കാരണം അജിത് കുമാറിനെ സംബന്ധിച്ചും ഇതൊരു പ്രൊഫഷണൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ്. എന്തായാലും അതിജീവിതയും ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസവും അതിജീവിതയ്ക്കെതിരെയുള്ള തന്റെ കൈവക്കലുള്ള നിരവധി തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായി തന്നെ കേസ് മുന്നോട്ട് പോകും. നാളെ നിർണായകമാണ്. എന്തായിരിക്കും നാളത്തെ തീരുമാനമെന്ന് കാത്തിരുന്നു കാണാം.